ഇന്നലത്തെ ഈജിപ്റ്റ് അർജന്റീന പ്രീ ക്വാർട്ടർ മാച്ചസ് ശരിക്കും സിസ്റ്റത്തെ അംഗീകരിക്കുക എന്നുള്ള രീതിയിലോട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ പറ്റൂ. അവിടെ അല്ലെങ്കിൽ പിന്നെ മൊത്തം ആൾക്കാരെ പിടിച്ച് റഫറിമാരെ എല്ലാം മാറ്റിയിട്ട് മൊത്തം റോബോട്ടിനെ കൊണ്ടുവരണം. അപ്പോൾ ബോട്ടിന്റെ ഒരു കളിയായിരിക്കണം. പക്ഷേ ഇവിടെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മാൻ പവറാണ്. മാൻ പവറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. റഫറി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ അത്രയും പവർഫുള്ളാണ്. അവിടെ ഫുട്ബോളിൽ അത് 22 കളിക്കാർ പോലെ തന്നെ ഒരു റഫറിയും അവിടെ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ക്രിക്കറ്റ് പോലെ ഈ പറഞ്ഞ തേടംപേർ സിസ്റ്റത്തിന്റെ കൂട്ടുള്ള പെർഫെക്റ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ ബോട്ട് സംവിധാനങ്ങളോ ഒന്നും ഒരിക്കലും ഫുട്ബോളിൽ പറ്റില്ല. ഫുട്ബോൾ നടക്കില്ല. ഫുട്ബോൾ ഒരു കാലത്തും അങ്ങനെയല്ല. പണ്ടത്തെ ഫുട്ബോളിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ശരിക്കും മുഹമ്മദ് സലാ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവിടെ അയാളെ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ കളി കണ്ടതാണ്. അത് ശരിക്കുള്ള ഫൗളൊന്നും അല്ല. അങ്ങനെ ഒരു ബോൾ കോൺടാക്ട് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഫൗൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കളിയിലെല്ലാം ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ ഫൗൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഫൗളിന് മാത്രമേ അത് പെനാൽറ്റി പോസ്റ്റ് വെച്ചുള്ള ഫൗൾ. പെനാൽറ്റി പോസ്റ്റ് വെച്ച് ഫൗൾ നടത്തി കഴിഞ്ഞാൽ നേരെ വിധിക്കാൻ പോകുന്നത് ഡയറക്റ്റ് പെനാൽറ്റിയാണ്. അപ്പോൾ ഒരു ഗോൾ അവിടെ കുറ്റമാണ്. അപ്പോൾ റഫറിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. റഫറിക്ക് ഒരു കാര്യം റഫറിക്ക് ചെയ്യാമായിരുന്നു. ഇത്രയും വിവാദവും അല്ലെങ്കിൽ ഇത്രയും ഇമോഷണലി ആൾക്കാർ അത് ഒരു കളിയുടെ നിർണായക നിമിഷം ആ ഒരു ഗോൾ കൊണ്ടാവും വേണമെങ്കിൽ വാർച്ചക്കിന് വിടാമായിരുന്നു. വാർച്ചക്കിന് വിട്ടിട്ട് അയാൾക്ക് വേണമെങ്കിൽ 2 കൽപ്പിച്ച് അങ്ങ് തീരുമാനിക്കായിരുന്നു. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ റഫറിക്ക് ഒരു തീരുമാനമുണ്ട്. ആ റഫറിയുടെ തീരുമാനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫുട്ബോൾ കളിയിൽ ഒരു പ്രത്യേകത ഇതാണ്. അതൊരു സിസ്റ്റമാണ്. ഫിഫ എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ബിഗ് ബോസിലെ കാണത്തില്ല. ഈ പറഞ്ഞ ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് ഒക്കെ വരുമ്പോഴത്തേന് അത് ബിഗ് ബോസിന്റെ തീരുമാനം അന്തിമമാണ്. അത് ചിലപ്പം ചിലവർക്ക് നെഗറ്റീവ് ആകും. റോബിൻ രാധാകൃഷ്ണനൊക്കെ പുറത്തായിട്ടില്ല. അത് കാണുന്നവർക്ക് മനസ്സിലാവും അത് ഒരിക്കലും റോബിന്റെ കുറ്റമല്ലെന്ന്. പക്ഷേ സംഭവിച്ചു പോകും. അതുപോലെ ഒരു ഫൈനൽ സിസ്റ്റം, ആ സിസ്റ്റത്തെ അംഗീകരിക്കുക എന്നുള്ളേ ഉള്ളൂ. ഇപ്പം ഈ സിസ്റ്റം നടത്തുന്ന ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് ഫിഫയുടെ മുതലാളിയും ചിന്തിക്കുക. ഈ കേൾക്കുന്ന ഓരോരുത്തരും ഫിഫയുടെ മുതലാളിയും ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിത് ഏറ്റവും കൂടുതൽ ലാഭകരമാക്കണം, ഏറ്റവും കൂടുതൽ വിജയമാക്കണം. അപ്പോൾ ഏറ്റവും നല്ല ടീമുകൾ തന്നെ വരണം. ഒരുപക്ഷെ അർജന്റീനയും പോർച്ചുഗലും ഫൈനലിൽ വന്നാൽ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ആ ഒരു ഇമ്പാക്ട് അർജന്റീന വേറെ ഏതെങ്കിലും ടീമായിട്ട് ഫൈനലിൽ വന്നാൽ കിട്ടുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിലൊക്കെ അവരത് ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവരുടെ ഒരു സിസ്റ്റത്തിന് പുറത്തോട്ട് അവർ പോകാൻ തയ്യാറാവില്ല. ഇപ്പൊ റഫറിക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ റഫറിയെ കൊണ്ട് മനഃപൂർവ്വം തോൽപ്പിക്കുക അങ്ങനൊന്നും അവർ ചെയ്യത്തില്ല. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 50-50 ചാൻസ് വരുമ്പോൾ അപ്പോൾ ഒരു നല്ല ടീമിനായിരിക്കും തീർച്ചയായിട്ടും അവിടെ അവസരം കൊടുക്കുന്നത്. അതിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് പോലുള്ള കാര്യങ്ങൾ നോക്കിയാലും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എപ്പോഴും ജനങ്ങൾ കൂടുതൽ ആകർഷിക്കണം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വരണമെങ്കിൽ നല്ല ടീമുകൾ, ഇപ്പം ബ്രസീൽ തോറ്റത് അല്ലെങ്കിൽ പോർച്ചുഗൽ പുറത്തായത് അല്ലെങ്കിൽ ജർമ്മനി പുറത്തായത്, ഇതൊക്കെ ഒരു പക്ഷേ ഫിഫയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ ടീമുകളൊക്കെ മുന്നോട്ട് വരണമെന്ന്. കാരണം നമ്മുടെ കേരളത്തിൽ ഫാൻസ് ഉള്ളതുപോലെ തന്നെ ലോകം മുഴുവൻ ഈ ടീമുകൾക്കൊക്കെ നല്ല ഫാൻസ് ഉണ്ട്. ആ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫിഫ ചെയ്യുന്നതല്ല. അത് ഇന്നലത്തെ കളിയിലൊന്നും ഒരിക്കലും റഫറിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവിടെ ഒരു ഫൗള് വിളിച്ചു കഴിഞ്ഞാൽ ഈ കളിയിൽ മൊത്തത്തിൽ ഫൗളായിരിക്കും. അതായത് 2 മണിക്കൂർ എന്നുള്ള കളി 4 മണിക്കൂർ ആക്കേണ്ടി വരും. ഓരോ 2 മിനിറ്റ് ഇടയ്ക്കും ഓരോ കൂട്ടിയിടികളും ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. വ്യക്തമായ ഒരു കാരണത്തിനാണ് തീർച്ചയായിട്ടും ഫൗള് വിളിക്കുന്നത്. പ്രത്യേകിച്ച് പെനാൽറ്റി പോസ്റ്റിനകത്തുള്ള ഫൗളുകൾ. ഞാനൊരിക്കലും ഈ കളി അർജന്റീന ജയിക്കേണ്ട കളിയാണെന്നോ ഈജിപ്റ്റ് മോശം കളിയാണെന്നുള്ള, ഈജിപ്റ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ കളിച്ചാണ്. അർജന്റീന ജീവൻ പണയം വെച്ചാണ് ഓരോ കളിയും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അർജന്റീന കളിക്കാരുടെ പ്രൊഫൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പോർച്ചുഗലിന്റെ സ്പെയിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രസീലിന്റെ കളിക്കാരുടെ പ്രൊഫൈൽ വെച്ച് അവരുടെ ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഒന്നുമല്ല. മെസ്സിയുടെ ഒരു മികവില്, മെസ്സിയുടെ ഒരു ഫോമിൽ മാത്രമാണ് അർജന്റീന ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ വിവാദത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അടുത്ത വേൾഡ് കപ്പിലെങ്കിലും ഈ ഫൗളിന്റെ ആയാലും വാർച്ചൊക്കെ ആയാലും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ, അല്ലെങ്കിൽ ഒന്നുകിൽ റോബോട്ടിനെ ഏൽപ്പിക്കുക. എനിക്ക് തോന്നുന്നില്ല ആ ഒരു ജെനുവിനിറ്റി നഷ്ടപ്പെടും, ആ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. ഇതിന്റെ ഒരു ജീവൻ ഉണ്ടല്ലോ, ജീവൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ ജീവൻ സാധനം റഫറി തന്നെയാണ്. റഫറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. റഫറിക്ക് എന്തും ചെയ്യാൻ തീരുമാനിക്കാം. പക്ഷെ റഫറി അടുത്ത കളിയിൽ നിന്ന് പുറത്താക്കാനോ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഫിഫയ്ക്കുണ്ട്, അതിനുള്ള യോഗ്യത. പക്ഷെ ആ കളിയിൽ റഫറിയാണ് വലുത്. ആ കളിയിൽ റഫറി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല, വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക.